വളരെ എവിഡൻ്റ് ആയിട്ടുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു എഫേർട്ട് ഈ സിനിമയുടെ പുറകിലുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഒരു സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം ARM എന്ന് പറയുന്ന ടൊവിനോ തോമസ് സ്റ്റാറായിട്ടുള്ള ഓണം റിലീസ്. ടൊവിനോ തോമസിൻ്റെ 50ാമത്തെ സിനിമ, ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിൽ വരുന്നൊരു സിനിമ, ഇങ്ങനെയുള്ള എല്ലാവിധ പ്രത്യേകതകൾ ഉണ്ടായിട്ടും ആ സിനിമ ഒരിക്കലും ഒരു സ്റ്റാർ വെഹിക്കിൾ സിനിമയായിട്ട് മാറുന്നില്ല. മലൈക്കോട്ടെ വാലിബം പോലെയുള്ള സിനിമകൾ വന്ന സമയത്ത് അതിൻ്റെ മേക്കേഴ്സിന് ഇത് നിങ്ങളൊരു മുത്തശ്ശി കഥ പോലെ കാണൂ, അമർ ചിത്രകഥ പോലെ കാണൂ എന്ന് ആളുകളോട് അങ്ങോട്ട് ഈ സിനിമേനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ARMന് വളരെ എളുപ്പത്തിൽ തന്നെ ആളുകൾക്ക് ഏത് ലെവലിൽ ഈ സിനിമ കാണുമ്പോഴുള്ള ലോജിക്ക് സെറ്റ് ചെയ്യണമെന്ന് ആളുകളോട് ഇത് പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. ഒരു ഫെസ്റ്റിവൽ റിലീസായിട്ട് നമ്മൾ തിയേറ്ററിൽ കാണാൻ പോകുന്ന ഒരു സിനിമ 3Dയിൽ വരുന്നു, ഒരു ഫാൻറ്റസി സ്റ്റോറിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില എലിവേറ്റിംഗ് മൊമെൻറ്റ്സ് ഉണ്ട്, സിഗ്നേച്ചർ മൊമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ഒരു കുറവാണ് അജയൻ്റെ രണ്ടാം മോഷണത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ട് കാലഘട്ടത്തിലായിട്ട് മുന്നോട്ട് പോകുന്ന കഥ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള സ്ക്രീൻ പ്ലേയുടെ ഒരു രീതിയും കാസ്റ്റ് പൊളിറ്റിക്സിനെ ഈ ഒരു സ്ക്രീൻ പ്ലേയുടെ അകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള രീതിയും എല്ലാം കൂടെ നോക്കുന്ന സമയത്ത് വളരെ അപ്രീഷ്യബിൾ ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് അജയൻ്റെ രണ്ടാം മോഷണം. ഹരിപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. അജയൻ എന്നാണ് നമ്മുടെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര്. അജയൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും പ്ലംബിങ്ങിൻ്റെ പണിയൊക്കെ എടുത്ത് അങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകുന്ന ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. ഹരിപുരം എന്ന് പറയുന്ന ഗ്രാമത്തിലൊരു ക്ഷേത്രമുണ്ട്. ആ ജീവോദിക്കാവിലുള്ള വിളക്ക് ഉണ്ടാക്കിയിട്ടുള്ള കല്ലിന് പ്രത്യേകതയുള്ളത് കൊണ്ട് അതുള്ള നാട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വരുമെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. നായകനായിട്ടുള്ള നമ്മുടെ അജയന്റെ മുത്തശ്ശൻ മണിയൻ ഒരു കള്ളനായിരുന്നു. മണിയന്റെ പാരമ്പര്യത്തിലുള്ള ഒരാളായതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അജയൻ നേരിടുന്നുണ്ട്. ഈ സിനിമയിൽ നമ്മൾ കാണുന്നത് മണിയന്റെ കൊച്ചുമകൻ എന്നുള്ള ചീത്തപ്പേര് കാരണം അജയൻ വന്നു പെടുന്ന ഒരു പ്രത്യേക സാഹചര്യവും അതിൻ്റെ അകത്ത് നിന്ന് അജയൻ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതുമാണ്. ചില്ലറ സ്പോയിലറുകൾ ഉണ്ടാവും, മുന്നോട്ടുള്ള റിവ്യൂ കാണുമ്പോൾ ശ്രദ്ധിക്കുക. എനിക്ക് ഈ സിനിമ കണ്ട സമയത്തൊരു ലെയർ ഓഫ് സറ്റയറിക് ഹ്യൂമർ ഉള്ള പോലെ തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ ചിവോദിക്കാവിലെ വിളക്കാണ് ഈ സിനിമയിലെ ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ തീരുമാനിക്കുന്ന ഒരു ഘടകം. ആ വിളക്കിലേക്കുള്ള ആക്സസ്, ആർക്കൊക്കെ അത് തൊഴാൻ അധികാരമുണ്ട്, ആർക്കൊക്കെ അത് കാണാനുള്ള അധികാരമുണ്ട്, ഇതിനെ ഒരു രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അതായത് നമ്മുടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന, ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഈ കാലഘട്ടത്തിലും പല സ്ഥലത്തും എക്സിസ്റ്റ് ചെയ്യുന്ന, അത് ജാതി അടിസ്ഥാനമായിട്ട് ദൈവത്തിനെ കാണാനുള്ളതിലുള്ള പ്രിവിലേജിനെ ഇതാക്കുന്നത്. സിനിമ മുഴുവൻ കണ്ടതിന് ശേഷം ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ വിഗ്രഹാരാധന പോലെയുള്ള കാര്യങ്ങളിൽ ഉയർന്ന ജാതിക്ക് കൊടുക്കുന്ന പ്രിവിലേജും ഇതിനെയൊക്കെ ഒരു തരത്തിൽ ഈ സിനിമ പരിഹസിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഈ സിനിമ ഒരു സോഷ്യൽ ജസ്റ്റിസിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ആ വിളക്ക് ഹരിപുരത്തേക്ക് വന്ന സാഹചര്യവും സിനിമയുടെ അവസാനത്തിൽ ആ വിളക്കിന് സംഭവിക്കുന്ന കാര്യവും നോക്കിക്കഴിഞ്ഞാൽ ഒരുതരം സോഷ്യൽ ജസ്റ്റിസ് നടപ്പിലാക്കുന്ന രീതിയിലാണ് സ്ക്രീൻ പ്ലേ ആകെ മൊത്തം ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാസ്റ്റ് പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു മേജർ ലെയറിൻ്റെ താഴെ നടന്നു പോകുന്നൊരു കാര്യം മാത്രമാണ്. സ്റ്റോറി ടെല്ലിംഗ് വളരെ ഇവൻറ്റ്ഫുൾ ആയിട്ടാണ് ഈ സിനിമയിൽ നടക്കുന്നത്. അതായത് ഓരോ സീനിലും എന്തെങ്കിലും ഒരു കാര്യമായ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് വളരെ വൗ ഫാക്ടർ ഉണ്ടാക്കുന്ന സീൻസ് ഒന്നും അധികം ഇല്ലെങ്കിൽ പോലും നമുക്ക് എൻഗേജിങ് ആയിട്ട് അത് ഫീൽ ചെയ്യുന്നത്. ഒരു ഫാൻറ്റസി സിനിമയാണെങ്കിൽ കൂടി അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള കാസ്റ്റ് പൊളിറ്റിക്സ് പോലത്തെ കാര്യങ്ങളൊക്കെ കയറി വരുമ്പോൾ അതിനൊരു ആഴം കിട്ടുന്നുണ്ട് ആ സിനിമയ്ക്ക്. പക്ഷേ ഇതുപോലെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ വരുന്ന സമയത്ത് ഒരു സിഗ്നേച്ചർ മൊമെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് അജയൻ്റെ രണ്ടാം മോഷണം അല്പം വീക്കാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുഞ്ഞിക്കേളുവിനെ സിനിമയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അദ്ദേഹം ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത് കാണുന്നുണ്ട്. അതൊരു സിഗ്നേച്ചർ മൂവ് ഉപയോഗിച്ചിട്ടാണ് സംഭവിക്കുന്നത്. അതേ സിഗ്നേച്ചർ മൂവ് വീണ്ടും ഉപയോഗിക്കപ്പെടുന്നുണ്ട് സിനിമയുടെ വേറൊരു ഭാഗത്ത്. പക്ഷേ ഈ രണ്ട് സമയത്തും ആ സീൻ കാണുമ്പോൾ നമുക്കൊരു വൗ ഫാക്ടർ ഫീൽ ചെയ്യുന്നില്ല. പലപ്പോഴും സിനിമ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലാണ് അങ്ങനത്തെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അജയൻ്റെ കഥാപാത്രം ഒരു സ്ഥലത്ത് തോൽക്കുമ്പോൾ പോലും അയാൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അമ്മയെ അമ്പലത്തിൽ കയറ്റാൻ സാധിച്ചെടുത്ത് തന്നെ ഞാൻ ജയിച്ചു എന്നാണ്. അത് കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കലായ സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കലായ സ്റ്റേറ്റ്മെൻറ്റിനെ വിഷ്വലി കൂടെ അതേ രീതിയിൽ എലിവേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സീനിന് തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായേനെ. ടെക്നിക്കൽ സൈഡിലാണ് സിനിമയുടെ പ്രധാന അച്ചീവ്മെൻറ്റ്സ് എല്ലാം ഉള്ളത്. വിഷ്വൽ എഫക്ട്സും കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജസും ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുള്ളത് വേൾഡ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്.
ഒരുപാട് നേരം ഷോട്ടുകൾ കാണിച്ച് ഇത് വിഷ്വൽ എഫക്ട്സ് കമ്പനിയുടെ ഒരു ഷോ റീൽ പോലെ ആക്കുന്ന ഒരു പരിപാടി ഇതിൽ ചെയ്യുന്നില്ല. പ്രൊഡക്ഷൻ ഡിസൈനിന് ഒരു ഭംഗിയുണ്ട്. അത് പ്രൊഡക്ഷൻ ഡിസൈനും CGI വർക്കുകളും തമ്മിൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്നുണ്ട്. ജോമോൻ ടി ജോൺ ആണ് സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. സ്റ്റൈൽ ഫാക്ടറിനാണ് ഒബ്വിയസ്ലി പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പക്ഷേ അജയൻ്റെയും മണിയൻ്റെയും കുഞ്ഞിക്കേളുവിൻ്റെയും ഒക്കെ ട്രാക്കിന് ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ലുക്ക് കൊടുക്കാൻ ജോമോൻ ടി ജോൺ ശ്രദ്ധിച്ചിട്ടുണ്ട്. പേസിംഗ് ഭാഗം നോക്കുന്ന സമയത്ത് എഡിറ്റിങ്ങും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. 3D പാർട്ടിലേക്ക് വരുന്ന സമയത്തും സീനുകൾക്ക് ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 3D അധികവും യൂസ് ചെയ്തിട്ടുള്ളത്. ഫെസ്റ്റിവൽ എന്റർടൈനർ ആയിട്ട് വരുന്ന സിനിമയിൽ 3D വെച്ചിട്ടുള്ള കുറച്ച് ഗിമ്മിങ്സ് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ടതാണ്. ഇപ്പോൾ ടോവിനോ തോമസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനിലെല്ലാം നമുക്കത് കാണാൻ പറ്റും. കണ്ണിലേക്ക് തെറിച്ച് വരുന്ന മരത്തിന്റെ കഷ്ണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ കുട്ടികളെയും കൂടെ ടാർഗറ്റ് ചെയ്തിട്ട് വരുന്നൊരു സിനിമയിൽ കുറച്ചൊക്കെ അങ്ങനത്തെ 3D ഗിമ്മിക്സുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. തനിക്ക് കിട്ടിയിട്ടുള്ള ട്രിപ്പിൾ റോൾ ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടി ടോവിനോ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കുഞ്ഞിക്കേളു എന്ന് പറയുന്ന കഥാപാത്രം സിനിമയിൽ വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു കഥാപാത്രത്തിന് വേണ്ട ഒരു ഗ്രേസ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലുണ്ട്. അജയൻ്റെ സോണിലുള്ള ടോവിനോ തോമസ് കഥാപാത്രങ്ങൾ നമ്മൾ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ടാനിങ് നടത്തിയിട്ട് അയാളെ കുറച്ചുകൂടെ സാധാരണക്കാരനാക്കാൻ നോക്കിയത് സ്ക്രീനിൽ കാണുമ്പോൾ ഒരല്പം ബോറാണെങ്കിലും പെർഫോമൻസ് ലെവലിൽ അത് അത്ര പ്രശ്നമുണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം മണിയനായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ടോവിനോ തോമസ് ഇങ്ങനെ കുറച്ചും കൂടി ഒരു ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പ്ലേ ചെയ്യാൻ നോക്കിയ സമയത്ത് ടോവിനോ യൂസ് ചെയ്തിരുന്ന ബോഡി ലാംഗ്വേജും വോയിസ് മോഡുലേഷനും ഒക്കെ പരിഹസിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും മണിയെന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ എക്സെൻട്രിസിറ്റിയുടെ ഒരു മീറ്റർ കറക്റ്റ് പിടിക്കാൻ ടോവിനോ തോമസിന് സാധിക്കുന്നുണ്ട്. അജയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പെയറായിട്ട് വരുന്നതാണ് കൃതി ഷെട്ടി. നല്ലൊരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി രണ്ടുപേരും തമ്മിലുണ്ട്. ഓൺ സ്ക്രീൻ കെമിസ്ട്രിയുടെ കാര്യം പറയുമ്പം സെയിം ക്യാൻ ബി സെഡ് അബൌട്ട് സുരഭി ലക്ഷ്മി. മണിയനും മാണിക്യവും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. സുരഭിക്കും ടോവിനോ തോമസിനും വളരെ കൺവിൻസിംഗ് ആയിട്ട് സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബേസിൽ ജോസഫ് ബേസിക്കലി ഒരു കോമിക് റിലീഫാണ്, പക്ഷേ അതൊരു എക്സ്റ്റെൻസീവ് ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ഹി വാസ് ഗുഡ്. ഹരീഷ് ഉത്തമൻ്റെ മലയാളം ഡയലക്റ്റ് അത്ര സ്മൂത്ത് അല്ലാത്ത ഒന്നാണ്, പക്ഷേ അത് ഈ ക്യാരക്ടറിന് വളരെ നല്ല രീതിയിൽ സൂട്ട് ആവുന്നുണ്ട്. നിസ്താർ സേഠ്, ജഗദീഷ്, രോഹിണി, സഞ്ജു ശിവറാം, ഐശ്വര്യ രാജേഷ്, സുധീഷ്, അജു വർഗീസ്, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഒരു കമേഴ്ഷ്യൽ സിനിമ ആക്കാൻ വേണ്ട ഗിമ്മിക്സുകളൊന്നും ഇല്ല എന്നുള്ളത് അജയൻ്റെ രണ്ടാം മോഷണത്തിൻ്റെ ശാപവുമാണ് അനുഗ്രഹവുമാണ്. ചില സീനുകൾ വളരെ റൂട്ടഡ് ആയിട്ടൊക്കെ അവർ പ്രസന്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളിൽ ഈ ജോണറിൽ വരുന്ന ബാക്കി സിനിമകളിൽ നമ്മൾ അതിനെ ഇങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതൊരു ഫ്രഷ്നെസ് തരുന്നുണ്ട്. പക്ഷേ ഗ്രാഫ് ഒരേ രീതിയിൽ പോകുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും ചില സ്ഥലങ്ങളിൽ നമുക്കിത് കുറച്ചും കൂടി ഒരു കമേഴ്ഷ്യലി ഹൈ ആകുന്ന രീതിയിൽ ചില സീനുകൾ പ്ലേസ് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്കും പോകുന്നുണ്ട്. വളരെ സിൻസിയർ ആയിട്ടുള്ള, അംബിഷ്യസ് ആയിട്ടുള്ള, എന്നാൽ കുറച്ചുകൂടെ റിഫൈൻമെൻറ്റ് ആവശ്യമുള്ള ഒരു സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം.